ശ്രീ എം രാജഗോപാലൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, സംസ്ഥാനത്ത് ജയിലുകളെ കേന്ദ്രീകരിച്ച് ഡി അഡിക്ഷൻ സെൻ്ററുകൾ സ്ഥാപിക്കണമെന്നുള്ളതാണ് സബ്മിഷൻ. നമ്മുടെ സംസ്ഥാനത്ത് ന്യൂജൻ മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്. മയക്കുമരുന്നിന് അടിമകളായവർ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. വിലക്കൂടുതലുള്ള ഇത്തരം മയക്കുമരുന്നുകൾ ഗ്രാമിന് 2000 രൂപ മുതൽ 3000 രൂപ വരെ വാങ്ങാൻ പണം കണ്ടെത്തുന്നതിനായി നാട്ടിൽ ഗുണ്ടാപ്രവർത്തനവും കവർച്ചയും നടത്തി നാട്ടിലെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരം പ്രതികൾ ജയിലുകളിലെത്തിയാൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്താറുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, സഹതടവുകാരെ ആക്രമിക്കുക, സ്വയം മുറിവേൽപ്പിക്കുക, ചുമരില്ലാതെ തലയിടിച്ച് ചോരചീറ്റി ഭീകരത സൃഷ്ടിക്കുക, മൊത്തം ജയിലന്തരീക്ഷത്തെ ഭീകരമാക്കുകയാണ് സർ. ഇത്തരം തടവുകാരെ ഡി അഡിക്റ്റ് ചെയ്യുവാൻ ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ജയിലുകളിലില്ല. പുറത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ പോലീസിന് മതിയായ എസ്കോർട്ട് കൊടുക്കാൻ പരിമിതികൾ ഏറെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നവുമുണ്ട്. മദ്യപാനത്തിൽ നിന്ന് വിമുക്തരാക്കുന്നത് പോലെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ വിമുക്തരാക്കണമെങ്കിൽ കൂടുതൽ കാലയളവ് വേണം താനും. ആയതിനാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ സെൻട്രൽ ജയിലാണെങ്കിൽ മെന്റൽ ബ്ലോക്ക് വേണ്ട പോലെ സർ. ആയതിനാൽ എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും കൂടിയ ഡി അഡിക്ഷൻ സെന്ററുകൾ തെരഞ്ഞെടുക്കപ്പെട്ട ജയിലുകളിൽ, ഉദാഹരണം കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ കേന്ദ്രീകരിച്ച് ചീമേനി ജയിലിലാവുന്നതാണ്, ഈ ഡി അഡിക്ഷൻ സെന്റർ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് സബ്മിഷൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ധനകാര്യമന്ത്രി. പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ്. അത് ആരംഭിക്കുന്ന കാര്യം ഞാൻ